തൂതപ്പുഴയുടെ കൈവഴിയായ ചത്തല്ലൂർ മുറിയൻകണ്ണിപ്പുഴയിലെ ആറാട്ടുകടവിൽ ജലവിധാനം ഉയർന്നതോടെ സമീപത്തെ വീട്ടുകാർ ആശങ്കയിലായി. തച്ചനാട്ടുകര പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മഴ ശക്തമായതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായി. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും പെയ്ത ശക്തമായ മഴയാണ് പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരാൻ കാരണമായത്. 20 വർഷത്തിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഇത്രയും അധികം വെള്ളം പുഴയിൽ ഉയരുന്നതെന്ന് സമീപവാസികൾ പറഞ്ഞു. മുറിയൻകണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റ കടവിലുള്ള ജലനിധി പദ്ധതിയുടെ 3 കിണറുകളും വെള്ളത്തിലായി. ജലനിധി കിണറുകൾ മൂടിയതു കാരണം വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതോടെ 100 കണക്കിന് കുടുംബങ്ങൾ വലഞ്ഞു. പ്രദേശത്ത് വൈദ്യുതിയും നിലച്ചു. പുഴയുടെ സമീപത്തുള്ള കല്ലുപാലം മൂടിയതും കാൽനട യാത്രക്കാർക്ക് ദുരിതമായി. കല്ലുപാലം സമീപത്തെ നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിലാണ്. പുഴയിലെ മുള്ളൂരി ഭാഗത്തും കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാണ്. പുഴയോരത്ത് സ്ഥാപിച്ച കർഷകരുടെ നിരവധി മോട്ടോറുകൾ വെള്ളത്തിനടിയിലായി കിടക്കുകയാണ്. മുറിയൻകണ്ണി പാലം മുതൽ കാമ്പ്രം പാലം വരെയുള്ള ഭാഗങ്ങളിൽ പുഴ കാണാൻ നിരവധി പേരാണ് മറ്റു ജില്ലകളിൽ നിന്നും എത്തിയത്. മുറിയൻകണ്ണിയിൽ നിന്നും ചാമപ്പറമ്പിലേക്ക് പോകുന്ന റോഡ്, ആറ്റാശ്ശേരിയിലേക്ക് പോകുന്ന പനാങ്കുന്ന് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുറിയൻകണ്ണി ഭാഗത്തെ തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ നെൽപ്പാടങ്ങളും നിരവധി കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. കർഷകരുടെ വാഴ, ചേന, കപ്പ എന്നീ കൃഷിയിലേക്ക് വെള്ളം കയറിയത് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അത്തിപ്പറ്റ കടവിലെ കുടിവെള്ള പദ്ധതിയുടെ കിണറിന് മുകളിലുള്ള പൈപ്പുകൾ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുമെന്നുള്ള ആശങ്കയും പദ്ധതിയിലെ ഉപയോക്താക്കൾക്കുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ കനത്ത മഴയിൽ പൈപ്പുകൾ ഒലിച്ചുപോയതു കാരണം ദിവസങ്ങളോളം കഴിഞ്ഞാണ് ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. പ്രദേശത്തെ മുള്ളൂരിത്തോട്, പെരുമ്പാലത്തോട്, കുറ്റമ്പാറത്തോട് എന്നിവിടങ്ങളിലെല്ലാം ജലവിധാനം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. വെള്ളം പുഴയിൽ ക്രമാതീതമായി ഉയർന്നതോടെ ആറാട്ടുകടവ് ഭാഗത്തെ വീടുകൾ വെള്ളത്തിലായി. ആറാട്ടുകടവിലെ കടവത്ത് അലിയുടെ വീട് പൂർണ്ണമായും വെള്ളത്തിൽ അകപ്പെട്ടു. സമീപത്തെ ബംഗ്ലാവിൽ നൌഷാദിന്റെ വീടിനും ഭീഷണിയുണ്ട്. ഇരു വീട്ടുകാരെയും മാറ്റി പാർപ്പിച്ചു. വീട് വെള്ളത്തിലായത് ഇപ്പോൾ ആറാട്ടുകടവിൽ 2 കേസാണുള്ളത്. ഒരെണ്ണം നൌഷാദ് സൺ ഓഫ് അലവി ബംഗ്ലാവിൽ, വേറൊന്ന് അലവി സൺ ഓഫ് മുഹമ്മദ് കടവത്ത്. ഈ 2 വീടുകൾ, അലി സൺ ഓഫ് മുഹമ്മദ് കടവത്ത്, ആറാട്ടുകടവ്, ഈ 2 വീടുകളാണ് ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. തുടർന്ന് അരിയൂർ ഗോവിന്ദൻകുട്ടി എന്നയാളുടെ പടിഞ്ഞാറേക്കര ആ വീട്ടിലാണ് മണ്ണിടിച്ചിലുള്ളത്. അവർ ബന്ധുവീട്ടിലേക്ക് മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഉടൻ തന്നെ മാറുന്നതാണ്. ഇനിയും തുടർന്ന് 2-3 വീടുകളും കൂടെ ഉണ്ടെന്ന് അറിയുന്നു. അവിടേക്ക് ഞങ്ങൾ ഉടൻ തന്നെ പോകുന്നു. റിപ്പോർട്ട് കളക്ടർക്കും കൈമാറുന്നതുമാണ്. പടിഞ്ഞാറേക്കര അരിയൂർ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് സമീപത്തെ ഭിത്തിയും മണ്ണിടിഞ്ഞ് തകർന്നിട്ടുണ്ട്. വീട്ടുകാരെ സുരക്ഷിത വീട്ടിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. തെക്കുമുറി ചാളിയാട് ഭാഗത്തുള്ള പുഴയോരത്തെ ഏതാനും വീടുകൾ ഭീതിയിലാണ്. വെള്ളം കയറുമോ എന്നുള്ള ആശങ്കയിലാണ് വീട്ടുകാർ. ഇനിയും ശക്തമായി മഴ പെയ്താൽ വെള്ളം കയറുമെന്ന് വീട്ടുകാർ പറഞ്ഞു. കുട്ടികളും മകനും മരുകളും ഇവിടെ ഉണ്ട്. അവർ ഇത് എടുത്ത് വെച്ചിട്ട് ഒഴിവായിട്ടില്ലേ, കുറേ ഒലിച്ചു പോയി പാത്രങ്ങളൊക്കെ. എന്നാൽ അതിൻ്റെ മുമ്പത്തെ വലിയ പ്ലേറ്റിലും കൂടി പാത്രമൊന്നും പോയി നാശമായിട്ടില്ല. ഇന്നലെയാണ് ഇപ്പോൾ അതൊക്കെ പോയിക്കുന്നത്. അന്ന് പെരയൊക്കെ മൂടി വെള്ളം ഒലിച്ചു പോയതാണ് ഫസ്റ്റിലേ. പിറ്റത്തെ വെള്ളം ഒരടി കമ്മിക്ക് വന്നു. അന്നും ഒന്നും പോയില്ല. ഇത് രാത്രി ആകോട്ടെ പോയി. പിന്നെ ഇതിങ്ങനെ കൊല്ലം വെള്ളം കയറുക, നമ്മൾ കണ്ടിട്ടുണ്ടാക്കി എന്തെങ്കിലും കൊണ്ടുപോയിട്ടത് അത് ഒലിച്ചു പോവുക. ഇതിനിപ്പോൾ ആരാ തന്നെ വേറൊരു പെരയ്ക്ക് പോയി കാട്ടുവെച്ചാൽ അതിന് സ്ഥലമില്ല. ചെല്ലൂർ മാമ്പ്ര ഭാഗത്തും മുറിയൻകണ്ണി ഭാഗത്തുള്ള വീട്ടുകാരും ഭീതിയിലാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി വില്ലേജ് ഓഫീസർ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ 1 വില്ലേജിൽ 2 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വട്ടമണ്ണപ്പുറം ചോലശ്ശേരി വീട്ടിൽ അസ്മാബിയുടെ വീടിന് മുകളിലേക്ക് മരം വീണു. പൊൻപാറ ഉപ്പുകുളത്ത് ചേലേങ്കര വീട്ടിൽ ഫൗസിയുടെ വീടിന് മുകളിലേക്കും മരം വീണു. തച്ചനാട്ടുകരയിലെ മഴയും മഴക്കെടുതി മൂലം പ്രയാസപ്പെടുന്ന സ്ഥലങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, മറ്റു മെമ്പർമാരും ചത്തല്ലൂർ വില്ലേജ് ഓഫീസർ, നാട്ടുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ സന്ദർശിച്ചു. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 13-ാം വാർഡ്, അതുപോലെ തന്നെ മറ്റ് വിവിധ വാർഡുകളിലും 11-ാം വാർഡ്, അതുപോലെ 12-ാം വാർഡ്, 14-ാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ 15-ാം വാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വെള്ളം കയറുന്ന സാഹചര്യം, അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ
ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട രീതിയിലേക്ക് മണ്ണിടിച്ചിലും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 6 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ തയ്യാറുമാറായ മേഖലകളുണ്ട്. ചെത്തല്ലൂരിൽ നിന്ന് പിന്നെ തെക്കുംപുറയിലേക്ക് വരുന്ന ഭാഗത്ത് റോഡ് പാലം അപകടാവസ്ഥയിലിട്ട് ഗതാഗതം നിരോധിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഏതായാലും ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ഈ ദുരന്തങ്ങളെക്കുറിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CCN ചെത്തല്ലൂർ.